കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. ഇവിടുന്ന് ഫെസ്റ്റൊക്കെ കണ്ട് ഇവരോട് ഡാൻസൊക്കെ ചെയ്ത് ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. റൂമിൽ പോയിട്ട് ഒരു അടിപൊളി ഉറക്കം ഉറങ്ങണം. നാളെ ഉള്ള പരിപാടി നാളെ പ്ലാൻ ചെയ്യണം. ഇന്ന് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ രാവിലെ കാണാൻ. അടുത്ത ദിവസം രാവിലെ ഹോട്ടലിൻ്റെ മുന്നിൽ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഒന്ന് ചായ കുടിക്കണം, പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന ഉദ്ദേശത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഈ തണുപ്പത്ത് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഷിംല മാൾ റോഡ് കേട്ടോ. ഇവിടെയുള്ള ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. ഇന്ന് നമ്മളിത് വെക്കേറ്റ് ചെയ്യാണ്. കൂടുതൽ നല്ല സൗകര്യമുള്ളൊരു ഹോട്ടൽ നമ്മൾ എയർബിഎൻബിയിൽ തപ്പി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട പരിപാടിയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു വ്യത്യസ്തമായ കാഴ്ച കണ്ടു. ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു കുരങ്ങനോടെ വിശ്രമിക്കാനിരുന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ഒരാൾ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് ആ മങ്കി. അങ്ങനെ നമ്മൾ ഹോട്ടലൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടോ. ഇനി ആ പുതിയ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ലോഡിങ് രീതി ഒരു പ്രത്യേക ടൈപ്പിലാണ്. കണ്ടില്ലേ, ബാക്കിലേക്ക് ഒരു ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെയാണ് എല്ലാ സാധനങ്ങളും അവർ ലോഡ് ചെയ്യുന്നത്. ഈവൻ നമ്മളെ ഹോട്ടലിൽ നിന്ന് നമ്മുടെ ലഗേജ് പോലും കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്തത് ഈ ഒരു മോഡലിലാണ് അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്തു തന്നത്. അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു കേട്ടോ. ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട് കേട്ടാ. അങ്ങനെ ഷിംലയിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടു സുഹൃത്തുക്കളെ. റോഡ് സൈഡിൽ കുറച്ച് ഐസ് നമ്മൾ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ ജമ്മു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ ഐസ് വീണ് കണ്ടപ്പോൾ കൂടെ ഞങ്ങളും. അങ്ങനെ നമ്മൾ ഷിംലയിലെ രണ്ടാമത്തെ സ്റ്റേയും കണ്ടെത്തിയിട്ടോ. ഇതാണ് അവിടുന്ന് ബാൽക്കണി എന്നുള്ള വ്യൂ. ഒരു രക്ഷയില്ല, നല്ല പ്രോപ്പർട്ടി. ഹോട്ടലല്ല, എയർബിഎൻബിന്ന് കണ്ട ഒരു ടൈപ്പ് ഓഫ് വീടെന്നോ അപ്പാർട്ട്മെൻ്റെന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു സംഭവമാണ്. താഴെ തന്നെ കഫേ ഉണ്ട്, ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്.
ഇതാണ് പ്രോപ്പർട്ടി കേട്ടോ. ആഗ്രോസ്റ്റോൺ കോട്ടേജ് ഇതാണ് അതിൻ്റെ പേര് കേട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് ഉൾവശം ഞാനിപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് എ സെക്കൻഡ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു ബാത്റൂമും, അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമും ഒരു ഹാളും. അങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടി. താഴത്തെ ഹാളിൽ നിന്ന് നേരെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. മുകളിലും നേരത്തെ പറഞ്ഞ പോലെ 2 ബെഡ്റൂമും ഒരു കോമൺ ഹാളും ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. സൈഡിലെന്ന് ജസ്റ്റ് സൂര്യൻ അസ്തമിച്ചിട്ടേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ വ്യൂ. ഒരു കാറ് പോകുന്നുണ്ട്. വാവ്, മരങ്ങളാണ്. ഇപ്പോൾ ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നു ആപ്പിളിൻ്റെ. അങ്ങനെ മഞ്ഞുള്ള സമയത്ത് ആപ്പിൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് ഇവിടെ. അറിയില്ല, ഒറ്റയിലും ഇലയും ഇല്ല ആപ്പിളും ഇല്ല. താഴത്തൊക്കെ കുറേ ചെടികളുണ്ട്, അതിലൊന്നും ഇലയും ഇല്ല, ഒന്നുമില്ല. കണ്ടില്ലേ, ഇതാ ഉണങ്ങിയ പോലെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഇവരെ കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. മുകളിൽ കുറച്ച് ആപ്പിൾ മരങ്ങളുണ്ട്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് പിന്നെ ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുകയാണ്. അത് മഞ്ഞ് കാലത്ത് ആപ്പിൾ ഉണ്ടാവില്ല എന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. കഫേയിൽ മലയാളം സോങ്. कल वो सिंगार वो सब होटल में इसे देखा ना, सुबह मालूम पड़ा सब सीजन ही है, सब लोग उधर ही। अभी कब शो का सीजन वापस? सीजन होता है सर अब हमारा अप्रैल में। क्या टिक्का
നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് അല്ല കാറ്റ് ഇങ്ങോട്ടാണ്. അതെ നിങ്ങളൊരു ടീം ആയിക്കോ. ഇല്ല, ഈ തീയുടെ കാറ്റ് ഇതിലൂടെ കയറുകയും ഇതിലൂടെ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഇപ്പം രാത്രി ഒരുപാട് വൈകി കേട്ടോ. ഇനിയിപ്പം ഭക്ഷണം കഴിക്കണം, പിന്നെ കിടന്നുറങ്ങണം. നാളെ രാവിലെ ഇനി മറ്റൊരു സ്ഥലം കണ്ടെത്തണം. സോ നാളത്തേക്കുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ രാവിലെ കാണാം. ബൈ ഫ്രം NMC Viewfinder. ദിസ് ഈസ് നൗഫൽ. ശേഷം അടുത്ത വീഡിയോ കേട്ടോ.